ഈ നകുലനോടൊപ്പം ഉറങ്ങുന്ന ഗംഗയ്ക്ക് നകുലനെ വളരെ സിമ്പിളായിട്ട് കൊന്നൂടെ. എന്തുകൊണ്ടാണ് ഈ ദുർഗാഷ്ടമി വരെ കാത്തിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ഗംഗയിലെ മനോരോഗിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ നകുലനെ കൊല്ലുക, അത് നാഗവല്ലിയുടെ തലയിലേക്ക് എത്തിക്കുക. അതായത് നെടുമുടി വേണു ഗംഗയോട് പറയുന്നുണ്ട് ദുർഗാഷ്ടമിയിൽ പൂജിച്ച മന്ത്രച്ചരടുകൾ കൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന റൂമുകൾ വീണ്ടും ബന്ധിച്ച് ബലപ്പെടുത്തും എന്ന്. അപ്പോ ഗംഗയ്ക്ക് മനസ്സിലായി എന്തായാലും ദുർഗാഷ്ടമി സമയത്ത് ഒരു പൂജ നടത്തും. ആ ഒരു ഗ്യാപ്പിൽ ഈ നാഗവല്ലിയുടെ പേരിൽ ഒരു കൊലപാതകം നടത്തിയാൽ അത് നാഗവല്ലിയുടെ തലയിലിട്ട് ആ പൂജയോടെ നാഗവല്ലി വീണ്ടും ബന്ധനസ്ഥയായി എന്ന് സ്ഥാപിച്ച് ഗംഗയ്ക്ക് രക്ഷപ്പെടാം. ആളുകൾ പിന്നെ കൂടുതൽ ആ ഒരു കൊലപാതകത്തെ കുറിച്ച് ചിന്തിച്ചു പോകത്തില്ല. നാഗവല്ലിയോട് കൂടി അത് അവസാനിച്ചു, ഗംഗയ്ക്ക് രക്ഷപ്പെടാം. ഇതായിരുന്നു ഗംഗയിലെ മനോരോഗിയുടെ പ്ലാൻ. ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഗംഗയ്ക്ക് ബോണസ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഈ ശ്രീദേവിയുടെ വിഷയം വരുന്നത്. അതായത് ശ്രീദേവിയിലേക്ക് എല്ലാവരുടെയും സംശയം നീളുന്നത്. അതോടുകൂടി അതിനു മുമ്പ് കൊന്നാലും ശ്രീദേവിയുടെ തലയിൽ കൊണ്ടിട്ട് രക്ഷപ്പെടാം എന്നുള്ളൊരവസ്ഥയിലായി. അതാണ് ആ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നതിന്റെ കാര്യം അതാണ്. പക്ഷേ ഗംഗയുടെ തലയിൽ വരുന്ന രീതിയിൽ ഒരു കൊലപാതക ശ്രമവും ഗംഗ ട്രൈ ചെയ്യൂല. ഗംഗയിലെ മനോരോഗി ഉണ്ടായത് തന്നെ ഗംഗയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നകുലനം കാരണമുണ്ടായ ഈ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഗംഗയെ രക്ഷിച്ചെടുക്കണം എന്നൊരു രീതിയിലാണ്. അപ്പോൾ അത് ഒരിക്കലും ഗംഗയുടെ തലയിൽ കൊലപാതകം വരുന്ന രീതിയിൽ ഒരു പ്ലാനും എക്സിക്യൂട്ട് ചെയ്യില്ല.